ഇനി നമുക്കൊരു നെത്തോലി മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, തക്കാളി. പിന്നെ അടുപ്പിൽ വെക്കണമെന്നാണ് റിച്ചിക്കുട്ടൻ്റെ ഒരു ആഗ്രഹം. അപ്പം മുച്ചി അടുപ്പിൽ വെച്ചാൽ മതി എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അടുപ്പൊക്കെ കത്തിച്ചു, ചട്ടി വെച്ചു. ചട്ടി ഒന്ന് വെള്ളം ഒന്ന് പറ്റുന്നിടം വരെ ഒന്ന് ഡ്രൈ ആവുന്നിടം വരെ ഒന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെ വെള്ളമെല്ലാം പറ്റി വന്നപ്പോഴത്തേക്ക് നമ്മൾ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ പൊതുവേ ഇവിടെ എന്താ പറയുക ഉലുവ ഇടാറുണ്ട്. ഉലുവയും കടുകും കൂടി ഇടാറുണ്ട്. അപ്പോൾ കടുകിട്ടു, കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടതൊന്ന് പൊട്ടി വന്നതിന് ശേഷം കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. ഇഞ്ചി നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇച്ചിരി ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് ഞാൻ വെളുത്തുള്ളി വഴറ്റി കൊടുക്കണം. നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തു. എന്നിട്ട് അതിലേക്ക് ചെറിയ ഉള്ളിയാണ്, എനിക്ക് ചെറിയ ഉള്ളി ഇട്ടിട്ട് മീൻകറി വയ്ക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ കുഞ്ഞുള്ളി അരിഞ്ഞ് നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് വാടി വരുമ്പോഴത്തേക്ക് ഞാൻ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് ഒരു ബ്രൗൺ കളറാവണം. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് നല്ല അടുപ്പായതുകൊണ്ട് നല്ല തീയുള്ളതുകൊണ്ട് പെട്ടെന്ന് ഇതെല്ലാം വാടി വരുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് 3 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് നടുകെ കൂടെ കീറിയിട്ടാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഞാൻ തക്കാളിപ്പഴമാണ് ഇടുന്നത്. ഒരു തക്കാളിയാണ്. ഒരു തക്കാളി എടുത്തിട്ട് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. തക്കാളി ഒന്ന് വഴണ്ട് വരണം. തക്കാളി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇച്ചിരി ഒന്ന് ചെറിയ രീതിയും കൂടെ ഒന്ന് മൂപ്പിക്കണം. അതുകൊണ്ടാണ് കണ്ട ഇപ്പം നന്നായിട്ടെല്ലാം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഉണ്ട്. ഇപ്പം ഞാൻ ആദ്യം മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട്, മുളക് പൊടിയാണ്, കാശ്മീരി ചില്ലിയാണ്. ഞാൻ ഏകദേശം ഒരു 3 സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മല്ലിപ്പൊടി ഒരു 2-2.5 സ്പൂണേ എടുത്തിട്ടുള്ളേ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഇതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ ഞാനൊന്ന് ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി പുളി ഒന്ന് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ മറ്റേ വടക്കും പുളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഞാൻ നന്നായിട്ട് പുളിവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നന്നായിട്ടൊന്ന് ഇളക്കി വന്നതിന് ശേഷം ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്, ഇതെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അപ്പോഴാണ് ഓർക്കുന്നത് ഞാൻ ഇതിലേക്ക് ഉപ്പിട്ടിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇനിയൊന്ന് ഇതായി വരട്ടെ. അങ്ങനെ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് തിളച്ചിട്ട് വരണം. എനിക്ക് മീൻ നന്നായിട്ട് തിളച്ചതിന് ശേഷം ഞാൻ മീനിടുന്നുള്ളൂ. അപ്പോൾ ഞാൻ നെത്തോലി മീനാണ് ഇടുന്നത്. നെത്തോലി ഒന്ന് കഴുകാൻ പോയപ്പോൾ റിച്ചുകൂട്ടം പറഞ്ഞു, ഉമ്മച്ചി എനിക്കിച്ചിരി ഫ്രൈക്കും കൂടി എടുക്കണേന്നൊരു വാണിംഗ് ഒക്കെ തന്നിട്ടാണ് വിട്ടത് കേട്ടോ. ഞാൻ ഓൾറെഡി നെത്തോലി മീനെല്ലാം നന്നായിട്ട് കഴുകി മുമ്പ് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നു. എന്നാലും ഞാനൊന്ന് കഴുകി അപ്പോഴത്തേക്ക് പുള്ളിക്കാരിക്ക് വേണ്ടിയിട്ട് ഫ്രൈക്ക് വേണ്ടിയിട്ട് എടുത്ത് വെച്ചു കേട്ടോ. നന്നായിട്ട് മീൻകറി തിളച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ എണ്ണയെല്ലാം മുകളിലേക്ക് വന്നു. പക്ഷെ ഞാനൊന്നുകൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിക്കുന്നുണ്ട്. എനിക്ക് കുറച്ചും കൂടെയൊക്കെ വെള്ളം ഒന്ന് പറ്റി വരണം. എനിക്ക് ഞാൻ ഇച്ചിരി ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. കുഴപ്പമില്ല, സൂപ്പറാണ്, അടിപൊളിയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ അടുപ്പിൽ വെക്കുന്ന മീൻകറി എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, പ്രത്യേക ഒരു ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം റിച്ചുക്കുട്ടനും ഇത് പറയാറുണ്ട്, ഉമ്മച്ചി എനിക്ക് അടുപ്പി വെക്കുന്ന മീൻകറി മതിയെന്ന്. അന്നേരം പിന്നെ റിച്ചുക്കുട്ടനെ എന്നെ ഫസ്റ്റ് കൊടുക്കാമെന്ന് വെച്ച് കൊടുത്തു. ആൾക്ക് ഇഷ്ടമായിട്ടുണ്ട്.